സാറിനെ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്കെല്ലാം നയിച്ച ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ചെയ്തൊരു ടീച്ചറിനെ പറ്റി പറയാൻ പറ്റുമോ? രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ടീച്ചർ, അത് രാഷ്ട്രീയത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഒരു ടീച്ചർ നയിക്കുകയല്ല, നമ്മളിലെ സാമൂഹ്യ ബോധവും പിന്നെ നമുക്കുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ കണ്ടെത്തുന്ന ടീച്ചറാണ് അറിഞ്ഞോ അറിയാതെ നമ്മളെ രാഷ്ട്രീയത്തിലേക്ക് വാസ്തവത്തിൽ നയിക്കുക. ഞാൻ രാഷ്ട്രീയ പ്രവേശനത്തിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ രാഷ്ട്രീയ രംഗത്ത് ഞാൻ വന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതെൻ്റെ സാംസ്കാരിക രംഗത്തുള്ള താല്പര്യത്തിലൂടെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്. ഞാൻ മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകങ്ങളിലൊക്കെ ഒരുപാട് കാലം ഞാൻ നാടകങ്ങളിലൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ടാവാറുണ്ട്. കലാപരിപാടികളിലും നാടകങ്ങളിലൊക്കെ ഉണ്ടായി. ഒരു ദിവസം ഞങ്ങൾ അവതരിപ്പിച്ചൊരു നാടകം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു VM കുട്ടി എന്ന് പറയുന്ന ഒരാളുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. V മുഹമ്മദ് കുട്ടി മാസ്റ്റർ എന്ന്, അതൊരു മാസ്റ്ററാണ്, അധ്യാപകനായിരുന്നു. അദ്ദേഹമാണ് എന്നെ അവിടെ നിന്ന് കണ്ട് വിളിച്ചുകൊണ്ടുപോയി പുളിക്കൽ ബാലകലാസമിതിയിൽ അംഗമാക്കിയിട്ട് ബാലകലാസമിതി വഴി റേഡിയോ നാടകങ്ങളിലും പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും അങ്ങനെ വസന്തോത്സവം എന്ന് പറയുന്ന ഒരു കാവ്യ സമാഹാരം ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കലാസമിതി അതിലുണ്ടായിരുന്നു, നാലും കൂട്ടി മുറുക്കി തുപ്പിയ നിറമാണല്ലേ കണ്ടാൽ ദേവനു പൂജയ്ക്കായി പലരും കൂടയിലാക്കി എടുക്കും എന്നൊരു വരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലൊരു മുക്കുറ്റിയായിരുന്നു. അത് ഓരോരുത്തരും ഓരോ പൂക്കളാണ്. അപ്പം ഈ വസന്തോത്സവം എന്ന് പറയുന്ന കാവ്യ സമാഹാരം ആരെഴുതിയതാണ് എന്ന അന്വേഷണത്തിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പതുക്കെ അറിയാതെ കാലെടുത്ത് വെച്ചത്. അത് എഴുതിയത് ഒരു പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ അതുപോലെ അധ്യാപകർ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കോളേജ് കാലത്ത്, ചെറിയ കാലത്ത് കഴിഞ്ഞു, കോളേജ് കാലത്ത് എന്നെ ഫിസിക്സ് പഠിപ്പിച്ചിരുന്ന P. ശ്രീധരൻ എന്ന് പറഞ്ഞ പ്രൊഫസർ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ഉണ്ടായിരുന്നു, ഹിസ്റ്ററി പ്രൊഫസർ ഉണ്ടായിരുന്നു, വേണുഗോപാൽ. അങ്ങനെയുള്ള കുറേ അധ്യാപകർ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിലാവുമ്പോൾ പഠനം മുടങ്ങരുതെന്ന് മാത്രമേ അവർക്ക് നിർബന്ധമുള്ളൂ. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കുട്ടികൾ ഏർപ്പെടണമെന്നായിരുന്നു അവരുടെ അഭിപ്രായം. അങ്ങനെ സഹായിച്ച പലരും ഉണ്ട്. പിന്നെ അധ്യാപകരുടെ ഒരു സേവനം എന്ന് പറഞ്ഞാൽ അത് അവർ നമ്മുടെ അധ്യാപകരായിരിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടില്ല. ലേറ്റർ ഓൺ വി വിൽ ഫീൽ. ഇപ്പോൾ 2-3 തവണ കൃഷിയേറ്റുന്ന കണ്ടങ്ങളെയും വണ്ടും ഞണ്ടും വടിവോട് കളിക്കുന്ന കച്ചങ്ങളെയും തണ്ടും കെട്ടി തരമുട് ചരിക്കുന്ന വള്ളങ്ങളെയും കണ്ടും കൊണ്ട ചെറുപുഴകൾ തൻ തീരമാർഗേണ പോകാം, വഞ്ചിക്ഷോണിക്കൊരു തിലകമാമപുരത്തേക്ക് പോകും, വഞ്ചിക്കൂട്ടം വരും അളവിലെ തോട്ടുവാരത്തൊതുങ്ങി, വഞ്ചിക്കേണമേറെ മരനീരുള്ളിലുണ്ടാക മൂലം വഞ്ചിത്ത ഭ്രാന്തഴും അരയരാം നാവിക കയ്യരേ നീ, കണ്ടാലാർക്കും കൃതക പതകം തന്നെയാണെന്നതല്ലാതുണ്ടാകില്ല, മനമതിൽ മറിച്ചെണ്ണ മൗവണ്ണമായി മിണ്ടാതെ കണ്ടതിനു മുകളിൽ ചേർന്ന് ചേണാർന്ന് നിന്നെ കൊണ്ടാടും കണ്ടിരുകരയിലും നോക്കി നിൽക്കുന്ന ലോകം എന്നത് എന്നെ 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഗോപാലൻ മാഷ് പഠിപ്പിച്ചു തന്ന മയൂര സന്ദേശമാണ്. അപ്പം ഇതൊക്കെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായി കല, സാഹിത്യം, സംസ്കാരം, മനുഷ്യജീവിതം എല്ലാം വരുന്നതാണ്. അതുകൊണ്ട് ഈ ഗോപാലൻ മാഷ് അതുപോലെ when a substance is immersed in a liquid, it suffers an apparent loss of weight which is equal to the weight of the water displaced by the body. കനകവല്ലി ടീച്ചർ പഠിപ്പിച്ച ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. इतना ही चक्कर खाकर चंगों ने चढ़ना सीखा, गुरु गिरवर से गिर कर नदियों ने बहना सीखा, सिर पटक पटक पत्थर पर ने चढ़ना सीखा. സരസ്വതി ടീച്ചർ പഠിപ്പിച്ചതാണ്. ആ അധ്യാപകരുടെ എല്ലാവരുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷനാണ് ഞാൻ ഇൻ ടോട്ടൽ. The answer was so long, but it contains something connected with the teachers. വലിയൊരു ഉത്തരാണെങ്കിൽ അതിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ സാറ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന അധ്യാപകരും ഇപ്പോഴത്തെ അധ്യാപകരും എങ്ങനെയാണ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അതേപോലെ എന്തെങ്കിലും വന്നിട്ടുള്ളതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ വന്ന മാറ്റങ്ങൾ തന്നെ എല്ലാവർക്കും കൂടി സംഭവിച്ചതല്ല. ഒരു വിഭാഗം അധ്യാപകർക്ക് അങ്ങനെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സ് വർ മോർ ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ് ടു ദി പ്രൊഫഷൻ. കുട്ടികളോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നു,
പ്രൊഫഷനോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നു. ശമ്പളം, ഗ്രാറ്റുവിറ്റി, DA, എമോളിമെന്റ്സ് ഇതിനെക്കുറിച്ചുള്ള ചിന്ത വളരെ കുറഞ്ഞവരായിരുന്നു. എന്ത് കിട്ടിയാലും എൻ്റെ ജോലി ഇതാണ് എന്ന് കരുതുന്നവരായിരുന്നു. അതുപോലെ ഞങ്ങളോടെല്ലാം സ്നേഹമസൃണമായി രക്ഷിതാക്കളെ പോലെ, അമ്മയെ പോലെ, അച്ഛനെ പോലെ അവർ പെരുമാറിയിരുന്നു. അപ്പോൾ ഞങ്ങളെ കൂടുതൽ മനസ്സിലാക്കിയിരുന്നു, ഞങ്ങളെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ സ്നേഹം ഇന്നത്തെ പ്രൊഫഷനിൽ വന്ന മാറ്റം, ഇന്നും അങ്ങനെയുള്ള നല്ല അധ്യാപകർ ധാരാളമുണ്ട്, ഡോണ്ട് ഫോർഗെറ്റ്. അതേസമയം നല്ലൊരു വിഭാഗം ടീച്ചേഴ്സിന് വളരെ ഫോർമലായി തീർന്നിട്ടുണ്ട് പ്രൊഫഷൻ. വളരെ ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ടൈം ടു ടൈം വരുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, മടങ്ങിപ്പോകുന്നു. നമ്മൾ വിചാരിച്ചാൽ അന്ന് നന്നാകത്തില്ലടെ എന്നൊരു മനോഭാവം, ആ ഒരു മനസ്സാണുള്ളത്. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് ലൂസായിട്ടുണ്ട്, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിനെ അധ്യാപകരെ മാത്രം കുറ്റപ്പെടുത്താനാവില്ല. ഭൗതിക സാഹചര്യങ്ങൾ കുറെ അധ്യാപകനെ അങ്ങനെ ആയിത്തീരാൻ പ്രേരിപ്പിക്കുന്നു, അത് വിസ്മരിക്കാൻ പാടില്ല. അപ്പൊ അത് ടോട്ടൽ സൊസൈറ്റിക്ക് വന്ന ജീർണതയാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവേശിച്ചിട്ടുള്ളത്. അല്ലാതെ വിദ്യാഭ്യാസ രംഗത്ത് മാത്രം ഒരു ജീർണത വരില്ല. വിദ്യാഭ്യാസം റൂഫാണ്, ഫൗണ്ടേഷൻ ഈസ് ഡിഫറെന്റ്. ഫൗണ്ടേഷനിൽ മാറ്റം വരുമ്പോൾ റൂഫ് വിൽ ബി ചേഞ്ച് വിത്തൗട്ട് ദ നോളജ് ഓഫ് ദ റൂഫ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഞങ്ങളും ഇനിയിപ്പോ 1-2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അധ്യാപകരാവാൻ പോകുന്നവരാണ്. അപ്പോൾ സാറി പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്കുള്ളൊരു ഉപദേശം കൂടെ ആയിട്ടാണ് ഞങ്ങളിത് കണക്കിലെടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ്. സാറിന്റെ വിലയേറിയ സമയത്തിന്റെ കുറച്ച് ഭാഗം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനും ഞങ്ങൾക്കും വേണ്ടി തന്നതിന് സാറിനോട് ഞങ്ങളുടെ പേരിലും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിലും ഞങ്ങളൊരു നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഒരു ടോക്കൺ ഓഫ് ലവ്, ഇത് ഞങ്ങളുടെ ഒരു പെന്നാണ്. ഓക്കെ, താങ്ക് യു സർ. ശരി.